പക്ഷെ ഇപ്പൊ അരവിന്ദേട്ടനെ എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അരവിന്ദേട്ടനെ കിട്ടിയാലേ അക്കുച്ചേട്ടനെ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അതാലോചിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. നീ വിഷമിക്കണ്ട. അരവിന്ദേട്ടൻ ചെയ്ത തെറ്റിന്റെയാ ഇപ്പൊ അനുഭവിക്കുന്നത്. അവനിപ്പോ എന്നോടും അച്ഛനോടുമുള്ള ദേഷ്യം കൂടിയിട്ടേ ഉണ്ടാവൂ. സൗമ്യ, സൗമ്യ. ആകാശ് വീട്ടിലെത്തിയല്ലോ അല്ലേ? ആ, എത്തി. ആകാശിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ചാരു എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചെന്നറിയൂ? അതെ സൗമ്യ, അരവിന്ദേട്ടനെ കണ്ടുപിടിച്ചത് ചാരുവാ. അത് മാത്രമല്ല ആകാശ്, ആകാശിനെ ഇറക്കാൻ വേണ്ടി ചാരു ശ്രേയ മാഡത്തിനെ കാണാൻ വന്നിരുന്നു. ആണോ? അതെ, കേസിൽ നിന്ന് ആകാശിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ശ്രേയ മാഡത്തോട് ചാരു കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞു. എന്നിട്ട് ശ്രേയ മാഡം ചാരുവിന്റെ മുഖത്തും ദേഹത്തും ചൂട് ചായ ഒഴിച്ചു. മുരുകൻ കണ്ടിട്ട് വന്ന് പറഞ്ഞതാ. എനിക്കും രാജേന്ദ്ര സാറിനൊക്കെ നല്ല വിഷമമായി. അഹങ്കാര ശ്രേയ മാഡത്തിന്. ദേഹത്തൊക്കെ ചായ ഒഴിക്കണമെങ്കിൽ എത്ര കട്ടിയുള്ള മനസ്സായിരിക്കും ശ്രേയ മാഡത്തിന്. ഹലോ ആകാശേ. സൗമ്യ, ചാരു ആകാശിനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല സൗമ്യ. ആകാശിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാനാവും ചാരു പറയാതിരുന്നത്. ഞാൻ പറഞ്ഞത് കുഴപ്പമാവോ? ഇല്ല സൗമ്യ. എന്നാ ശരി ആകാശേ, നാളെ ഓഫീസിൽ കാണാം. ഓക്കെ സൗമ്യ. നീ ഓഫീസിൽ പോയിരുന്നോ? കാക്കുത്തി നിന്നോടാ ചോദിച്ചത്, നീ ഓഫീസിൽ പോയോന്ന്. അത് അക്കുച്ചേട്ടാ, കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ട്. അതല്ല, ഓഫീസിൽ എന്താ നടന്നത് അത് പറ. ഒന്നും നടന്നില്ല. നിക്ക്. എന്താ നടന്നത് പറ കാക്കുത്തി. ഒന്നുമില്ല അക്കുച്ചേട്ടാ. എന്റെ കണ്ണി നോക്കി പറ, അവിടെ ഒന്നും നടന്നില്ലാന്ന്. ഒന്നും നടന്നില്ല. നിന്റെ ബാലമാമയെ പിടിച്ച് സത്യം ചെയ്യും. ശ്രേയ നിന്റെ ദേഹത്ത് ചായ ഒഴിച്ചോ? പറയാൻ, ചായ ഒഴിച്ചോ? പറയാ അക്കുച്ചേട്ടാ.